Kind of like edging, darling. Just when you think you're there, you're pulled back for one last moment. അവഞ്ചേഴ്സ് എൻഡ് ഗെയിം സത്യം പറഞ്ഞാൽ ഒരു ഇമോഷണൽ റോളർ കോസ്റ്റർ തന്നെയാണ്. പക്ഷേ ഏതൊരു MCU ഫാൻസ് അല്ലെങ്കിൽ ഏതൊരു കോമിക് ബുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയും അവഞ്ചേഴ്സ് ഇൻഫിനിറ്റി വാറിൽ നിന്ന് എൻഡ് ഗെയിമിലേക്ക് നോക്കുമ്പോഴത്തേക്കും അവിടെ ഇവിടെയൊക്കെ ചെറിയ രീതിയിൽ എവിടെയെങ്കിലും ഈ സിനിമ നിങ്ങളെ നിരാശപ്പെടുത്തിയിട്ടുണ്ടാവും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം എന്നെ ഈ ഒരു സിനിമ നല്ല രീതിയിൽ തന്നെ ടെൻഷൻ അടിപ്പിച്ചിട്ടുണ്ട്, എൻ്റെ സ്ട്രെസ് കൂട്ടിയിട്ടുണ്ട്, ആൻഡ് അവസാനം സത്യം പറഞ്ഞാൽ എൻ്റെ മൈൻഡ് ഫുള്ളി ഡിസ്റ്റർബ്ഡ് ആക്കി. സോ ഈ ഒരു ടെൻഷൻ മാറ്റാൻ വേണ്ടിയിട്ട് അവസാനം ഞാനൊരു തെറാപ്പിസ്റ്റിനെ കാണാമെന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ ഞാൻ ഗൂഗിളിൽ കയറി സെർച്ച് ചെയ്യാൻ തുടങ്ങി, ഓൺലൈനായിട്ട് അവൈലബിൾ ആയിട്ടുള്ള തെറാപ്പിസ്റ്റുകളുടെ ലിസ്റ്റ് എല്ലാം തന്നെ. ആൻഡ് അങ്ങനെയാണ് ആക്സിഡൻ്റലി എനിക്ക് സത്യം പറഞ്ഞ ഒരു എറോട്ടിക് ഫോൺ നമ്പർ എനിക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിനകത്ത് അവർ എഴുതിയിട്ടുണ്ടായിരുന്ന തെറാപ്പിസ്റ്റ് എന്നൊക്കെ തന്നെയായിരുന്നു, പക്ഷെ അത് എന്ത് രീതിയിലുള്ളൊരു തെറാപ്പിസ്റ്റ് ആണെന്നുള്ളൊരു കാര്യം കണ്ടുകഴിഞ്ഞപ്പോൾ എനിക്കൊരു ആകാംക്ഷ തോന്നി. സോ അപ്പോൾ ഞാൻ പിന്നെ വിചാരിച്ചു അതിനിപ്പോൾ ഒന്നും നോക്കാനില്ല, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനെയാണ് ഇതിൻ്റെ തുടക്കം. Hey, you've reached heavenly desires. What can I do for you today? Need a little stress relief, baby? Do you have a girlfriend or someone to talk to? എനിക്ക് എന്താണെങ്കിലും ഇപ്പൊ ഗേൾ ഫ്രണ്ട് ഒന്നുമില്ല, പിന്നെ നമ്മളിപ്പോ സംസാരിച്ചോണ്ടിരിക്കുമല്ലേ, നമുക്ക് നോക്കാം. Well, sweetheart, how about I roleplay as your therapist? You can tell me all about what's stressing you out. എൻ്റെ പൊന്നു ചേച്ചി, റോൾ പ്ലേ എങ്കിൽ റോൾ പ്ലേ, എനിക്ക് ഒരു സീനും ഇല്ല. എനിക്ക് കുറേ സിനിമ കണ്ടിട്ട് എൻ്റെ മൈൻഡൊക്കെ മൊത്തത്തോടെ ഡിസ്റ്റർബ് ആയിട്ടിരിക്കുക തന്നെയാണ്. സോ എങ്ങനെയെങ്കിലും കുറച്ച് സ്ട്രെസ് റിലീഫ് എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. സോ റോൾ പ്ലേ എങ്കിൽ റോൾ പ്ലേ. കാര്യമൊക്കെ പറയാലോ, അവഞ്ചേഴ്സ് എൻഡ് ഗെയിം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ, യെസ്, സിനിമയുടെ അവസാനം നമുക്ക് കുറേയധികം ഇമോഷണൽ ഫാക്ടേഴ്സ് കാര്യങ്ങളൊക്കെ അവർ നമ്മളെ കാണിച്ചു തന്നിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യം നമ്മൾ ആലോചിക്കണം, അയൺമാൻ ആണ് നമ്മുടെ MCU സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഇത്രയും വർഷം ഒരു വ്യക്തി ഈ ഒരു MCU അല്ലെങ്കിൽ മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിനെ തോളിലേറ്റി കൊണ്ടുവന്നിട്ട് അവസാനം പുള്ളിക്കാരനെ കൊന്നുകൊണ്ട് അവർ എൻഡ് ഗെയിം അവസാനിപ്പിക്കേണ്ട കാര്യമുണ്ടായിരുന്നു എന്നുള്ളൊരു ക്വസ്റ്റ്യൻ പലപ്പോഴായിട്ട് എൻ്റെ മൈൻഡിൽ വന്നിട്ടുള്ളത് തന്നെയാണ്. കാരണം എന്ന് പറഞ്ഞാൽ ആസ് എ ഫാൻ അവരൊരു ഷോക്കിംഗ് ഫാക്ടർ ആയിരിക്കും കൊടുത്തിട്ടുള്ളത്, അവരൊരു ഇമോഷണൽ ഫാക്ടർ ആയിരിക്കും കാണിക്കാൻ കൊടുത്തിട്ടുള്ളത്. പക്ഷെ എനിക്കത് മനസ്സിലാക്കുന്നില്ല. Oh, sweetheart. Sometimes the best endings are the ones that hurt the most. You didn't want Iron Man to go, but isn't that what made it so satisfying in the end? The tension, the sacrifice. It was a slow burn, honey, and sometimes that's exactly what you need. സാറ്റിസ്ഫൈങ്ങോ? എങ്ങനെ? എനിക്കിപ്പോഴും എനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്തൊരു കാര്യങ്ങൾ. അപ്പോൾ ഒത്തിരി ആൾക്കാർ പറയുന്നുണ്ട് അവഞ്ചേഴ്സ് എൻഡ് ഗെയിമിൻ്റെ ആ ഒരു എൻഡിങ് പല ആൾക്കാരെയും സാറ്റിസ്ഫൈ ചെയ്യിച്ചു എന്നുള്ള കാര്യങ്ങൾ. പക്ഷേ ആസ് എ ഫാൻ്റെ പെർസ്പെക്റ്റീവ് എന്ന് ഞാനിങ്ങനെ ആലോചിക്കുമ്പോഴത്തേക്കും എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. കാരണം ഇത്രയും നാൾ ആ ഒരു വ്യക്തി, അതായത് ടോണി സ്റ്റാർക്ക് എന്ന് പറയുന്ന ആ ഒരു വ്യക്തി ഈ ഒരു യൂണിവേഴ്സിനെ കൊണ്ടുവന്നിട്ട് പുള്ളിക്കാരൻ്റെ കൊന്നുകൊണ്ടായിരിക്കണമായിരുന്നു ഇത് സത്യം പറഞ്ഞാൽ. ഞാൻ ഉദ്ദേശം ഒരു ഹാപ്പി എൻഡിങ് കൊടുക്കാമായിരുന്നു എന്നുള്ളൊരു കാര്യമായിരുന്നു ഞാൻ ഉദ്ദേശിക്കുന്നത്. Sweetie, it's not always about the climax. Sometimes it's the journey, the build-up that really leaves an impression. Tony's final scene. Oh, it wasn't just a bang. It was a long, slow goodbye. Kind of like edging, darling. Just when you think you're there, you're pulled back for one last moment. Makes it linger, doesn't it? ലിങ്കർ, ഓക്കെ. അപ്പോൾ ഈ ലിങ്കർ നിന്നാലോ? ഓക്കെ, എന്തൊക്കെയാണെങ്കിൽ ഒരു കാര്യം എനിക്ക് കിടിലനായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, അതായത് പൊളിച്ചു എന്ന് തന്നെ പറയാൻ പറ്റുന്ന സംഭവം തന്നെയായിരുന്നു. കുറേ കാലം ഒരു ടീസ് ചെയ്തിട്ടുള്ളത് തന്നെയായിരുന്നു ക്യാപ്റ്റൻ അമേരിക്ക വർത്തി ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. ആൻഡ് ഫൈനലി ഒരു നല്ലൊരു സാറ്റിസ്ഫൈങ് ഞാൻ പറയുവാണെങ്കിൽ അതായിരുന്നു. അതായത് തോറിൻ്റെ ആ ഒരു ഹാമർ ലിഫ്റ്റ് ചെയ്തിട്ട് അവഞ്ചേഴ്സ് അസംബിൾ എന്നൊക്കെ പറയുന്ന വേറെ ലെവലായിരുന്നു. ഇപ്പോഴും അതൊക്കെ ആലോചിക്കുമ്പോൾ എൻ്റെ രോമമൊക്കെ എഴുന്നേറ്റ് നിൽക്കുവാണ്. Avengers Assemble, Captain. You didn't feel that? Baby, sometimes you just need to go back to what makes you feel good. Like stepping back into something familiar. He didn't run away. He ran toward what he really wanted. We've all done that, haven't we?
എൻ്റെ പൊന്നു ഞാൻ സമ്മതിച്ച്. പക്ഷെ എന്തൊക്കെയാണെങ്കിലും ബ്ലാക്ക് വിഡോയെ കൊല്ലേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു. അത് ചുമ്മാ ചീപ്പായിട്ട് അവർ കാണിച്ചിട്ടുള്ളൊരു ട്വിസ്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് ഈ ഒരു എൻ്റയർ സാഗയിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ. കാരണം എങ്ങനെയെങ്കിലും അവർക്ക് ലെഗസി ക്യാരക്ടറിനെ കൊല്ലണം, അതിൻ്റെ ആവശ്യമില്ലായിരുന്നു. Oh, honey, nothing's cheap if it hits you right. You didn't see it coming, did you? That's the best kind of twist. 1 minute, you're safe. The next, it's like bam, everything's flipped. Keeps you on your toes. Kind of like when you think it's going one way, but it ends so unexpectedly. Gets you every time. Gets me? കേട്ടാൽ തോന്നി ഞാനാണ് തള്ളിയിട്ട് ബ്ലാക്ക് വിഡോയെ കൊന്നത്. പക്ഷെ എന്തൊക്കെയാണെങ്കിലും ഫൈനലിൽ നമ്മളെ അവർ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്ന ആ ഒരു ഫൈറ്റ് കുറച്ചും കൂടി നന്നാക്കാമായിരുന്നു തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ കുറേ ആവശ്യത്തിൽ കൂടുതൽ CGയും VFXും ആണ്. അവഞ്ചേഴ്സ് അസംബിളൊക്കെ പോലെ തന്നെയായിരുന്നു, പക്ഷെ എന്നാലും ആവശ്യത്തിൽ കൂടുതൽ CGയും VFX ഒക്കെ കാരണം ആരൊക്കെ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ള കാര്യം പോലും മനസ്സിലാക്കാൻ സാധിച്ചില്ല. Baby, sometimes it's not about the fight, it's about the tease. You're expecting this big finish, right? But when it comes, oh, it's soft. It's subtle, but that's what makes it stick. You thought you were getting all the fireworks, but they gave you a whisper instead. That's a real turn on, isn't it? വിസ്പറോ? ഞാൻ വേണമെങ്കിൽ വേറൊരു സൈഡ് ഞാൻ റെക്കമെൻഡ് ചെയ്ത് തരാം, എന്നെക്കൊണ്ട് കൂടുതൽ പറയിപ്പിക്കരുത്. അവഞ്ചേഴ്സ് എൻഡ് ഗെയിമിൻ്റെ ക്ലൈമാക്സ്, ഇൻഫിനിറ്റി വാറിൻ്റെ ക്ലൈമാക്സ് വെച്ച് നമ്മൾ നോക്കുമ്പോഴത്തേക്കും എനിക്കത് അത്രയ്ക്ക് അങ്ങോട്ട് എനിക്ക് ദഹിച്ചില്ല പേഴ്സണലി. കാരണം എന്ന് പറഞ്ഞാൽ മീഷോയിൽ നിന്ന് നമ്മൾ തിരിച്ചു വാങ്ങിയിട്ടുണ്ടായിരുന്നൊരു താനോസ്, ഒറിജിനൽ താനോസിനെ അവർ കൊന്നായിരുന്നു. അതുകൊണ്ട് അവർക്ക് വീണ്ടും ആ സെയിം സാധനം റിപ്പീറ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു. പിന്നെ ആ ഒരു ഷോക്ക് വാല്യൂക്ക് വേണ്ടിയിട്ട് അവർ അയൺമാനെ കൊന്നു. അതെല്ലാം വെച്ച് നമ്മൾ അങ്ങനെ നോക്കുവാണെങ്കിൽ ഇൻഫിനിറ്റി വാറിനകത്ത് നമുക്ക് ലഭിച്ചിട്ടുള്ള ഒരു ക്ലൈമാക്സും ഈ ഒരു ക്ലൈമാക്സും വെച്ച് നമ്മൾ നോക്കുവാണെങ്കിൽ എനിക്ക് ആ ഒരു ക്ലൈമാക്സ് അത്രയ്ക്ക് എനിക്ക് പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. Baby, not all climaxes are explosive. Sometimes they're deliciously slow. The kind that makes you wait for it, and just when you think it's over, there's a little something more. Oh, honey, it wasn't wasted. You just weren't ready for the subtlety. Okay. I'm sorry. എനിക്ക് എൻ്റെ മിസ്റ്റേക്ക് എനിക്ക് മനസ്സിലായി. കാരണം ഞാൻ ഒത്തിരി അധികം കാര്യങ്ങൾ ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. സോ ഓവർ എക്സ്പെക്റ്റേഷൻ വയ്ക്കുമ്പോഴത്തേക്കും നമുക്ക് ആ എക്സ്പെക്റ്റേഷൻ്റെ അടുത്ത് പോലും എത്താതെ എന്തെങ്കിലും കിട്ടുമ്പോഴത്തേക്കും നമുക്ക് ഒബ്വിയസ്ലി നമ്മൾ ഡിസപ്പോയിൻറ്റഡ് ആവും. സോ ഐ ഓവർ എക്സ്പെക്റ്റേഷൻ vs റിയാലിറ്റി, അതാണ് എൻ്റെ കാര്യത്തിൽ സംഭവിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. Sorry, I'm really sorry. Yeah. Oh, baby, it's never about how you start. It's all about how you finish. And even when it doesn't finish the way you wanted, the ride was still worth it, wasn't it? Next time, we'll talk about something even better. Maybe 50 Shades. Okay, ചേച്ചി. Thank you so much. എൻ്റെ പോനോ. സോ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നിങ്ങൾക്ക് നമ്മുടെ ഈ ഒരു പുതിയൊരു സീരീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? നിങ്ങൾക്ക് ഇതേപോലെ വേറെ ഏതെങ്കിലും സിനിമകൾ നമ്മുടെ ഈ ഒരു സീരീസിനകത്ത് കൊണ്ടുവരാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ എന്നുള്ള നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ തന്നെയാണ്. എത്രത്തോളം ക്രിഞ്ച് ആയിരുന്നു, എത്രത്തോളം ഫണ്ണി ആയിരുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല, ഇതെല്ലാം നിങ്ങൾക്ക് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാവുന്ന തന്നെയാണ്. പിന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾ ഈ ഒരു വീഡിയോ ലൈക്കും ഷെയറും ചെയ്യണം. ആൻഡ് അതുകൂടാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യങ്ങളും പരിഗണിക്കാവുന്നത് തന്നെയാണ്. സോ once again, thank you so much for watching this video, guys. So stay safe, guys. Stay awesome. See you guys next episode.